ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈനസ്മലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മൾ 2-3 ദിവസത്തെ കാര്യങ്ങൾ ഒറ്റ ഇതായിട്ട് ഇടുന്നതാണ്. നമ്മൾ ആധാർ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ കാത്തുമ്പിയുടെ ആധാർ എടുത്തിട്ടില്ലായിരുന്നു, കാരണം നമ്മൾ പേര് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ്സിൽ കയറി. നമുക്ക് ബസ്സിൽ പോകാനുള്ള ഒരു 5-6 സ്റ്റോപ്പ് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ, അവൾ ടീച്ചറെ കണ്ടു കേട്ടോ. അവളുടെ സ്കൂളിലെ ടീച്ചറായിരുന്നു. ഇവിടെ അവളിപ്പോൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ എവിടെയോ പോവുകയാണ്. അപ്പോൾ അവൾ ടീച്ചറെ കണ്ടപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് നിന്ന് മാറി ടീച്ചറുടെ അടുത്തിരുന്ന് കുറേ നേരം സൊറ പറഞ്ഞിരിക്കുവാണ്. ഈ ടീച്ചർ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കൂടിയാണ്. അപ്പോൾ നമ്മളിതേ ഒരു 2-3 സ്റ്റോപ്പ് കൂടിയുണ്ട്. അപ്പോൾ അതിന് മുന്നേ ടീച്ചർ ഇറങ്ങി. ഈ ടീച്ചറുടെ പേര് ജിഷ ടീച്ചർ എന്നാണ്. അപ്പോൾ കാത്തുമ്പി കുറേ നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ അത് ടീച്ചർ ഇറങ്ങിയപ്പോൾ കുറേ നേരം ടീച്ചർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് നിന്നേ. എന്തോ കുറേ നേരം അവിടെ ടാറ്റ കൊടുത്ത് നിന്നിട്ട് ഇത് ഞാൻ പിന്നെ ഇങ്ങോട്ടൊന്ന് നോക്കടി എന്ന് പറഞ്ഞിട്ട് വിളിച്ച്. പിന്നെ നമ്മളിതേ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പായി. നമ്മൾ ഇറങ്ങി നമ്മളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പിൽ നിന്നും കുറച്ച് കിഴക്കോട്ട് നടക്കണം ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡാണെങ്കിലും ആശുപത്രി ആണെങ്കിലും എല്ലാം അടുത്തടുത്തുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം മാത്രം ആയുർവേദ ഹോസ്പിറ്റൽ വരെ തൊട്ടടുത്താണ്. പക്ഷേ ഈ ഒരു അക്ഷയ മാത്രം കുറച്ച് ദൂരെയാണ്. നമുക്ക് ഈ കേന്ദ്രമുണ്ട്, പക്ഷേ അക്ഷയ ആധാർ എടുക്കുന്ന സെൻറ്റർ കുറച്ച് ദൂരത്താണ്. അപ്പോൾ നമ്മളിതേ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അക്ഷയ സെൻറ്ററിനുള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ 5-6 പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സാധാരണ അക്ഷയയിൽ അറിയാമല്ലോ, ഭയങ്കര പോസ്റ്റായിരിക്കും. അങ്ങനെ ഞാനും എൻ്റെ മകളും കൂടി ഇത് ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് അവളുടെ ജനന സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് നമ്മൾ വെയിറ്റിങ്ങിലാണ്. നമ്മളെ വിളിക്കുന്നവരെ കുറേ നേരം ഇരിക്കണമല്ലോ. അപ്പോൾ കാത്തുമ്പിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കളിച്ചിട്ട് ഞാൻ പിന്നെ കൂടെ പിടിച്ചിരുത്തി. അപ്പോൾ അങ്ങനെ അക്ഷയന്ന് ആധാറൊക്കെ എടുത്തു. ആ സമയത്ത് പിന്നെ തിരക്കൊക്കെ ചെയ്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മളിതേ പുറത്തോട്ട് ഇറങ്ങി. ഇനി എന്തോ ഒരാഴ്ച പറ്റി എടുക്കുമെന്ന് പറഞ്ഞു ആധാർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മൾ ബസ് കാത്ത് നിൽക്കുവാണെങ്കിൽ കുറേ നേരം നിന്നു. അപ്പോൾ ബസ് വന്നു, നമ്മൾ ചാടി കയറി നമ്മുടെ സ്ഥലത്തെത്തി. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ക്രീംബൺ ബേക്കറിയാണ്. ക്രീംബൺ ബേക്കറി അവരുടെ പേരല്ല. ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത് നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സർബത്തില്ലേ, എനിക്കത് സോഡ വലിയ താല്പര്യമില്ല. ഞങ്ങൾ 2 പേരും സാധാരണ നോർമൽ. പിന്നെ ഈ ബേക്കറിയിലെ ക്രീംബണ്ണ് എൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. അത്ര ടേസ്റ്റിയാണ്. ഞാനൊരു വീഡിയോ പുറകെ ഉടൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാനിത് നൈറ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഒരു 7:30-8 മണി സമയത്ത് നമ്മൾ മാഗി ആയിരുന്നു കഴിക്കാനെടുത്തിട്ടുണ്ടായിരുന്നത്. മാഗി നമ്മുടെ ശിവക്കുട്ടൻ നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് സമാധാനമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റി. അപ്പോൾ നല്ല സൂപ്പർ മാഗി ഉണ്ടായിരുന്നു. സ്പൂണൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാഗി ചെയ്യുന്നതെന്നുള്ളത് ഇതിന് മുന്നേ ഒരു ഷോർട്ടിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവർ കണ്ടോളൂ. അങ്ങനെ നമ്മൾ ഇന്ന് പോളിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശിവക്കുട്ട പോളിയോ കൊടുത്ത് ഞങ്ങളിപ്പോൾ പോളിയോ കൊടുക്കാൻ പോയിട്ട് വന്നതാണേ. പോളിയോ കൊടുത്തതിൻ്റെ കൈ കയ്യിൽ കാണിച്ചു കൊടുത്തേ ഇങ്ങനെ ദീദി പോലിയോ കൊച്ചി കണ്ട. അങ്ങനെ ഞങ്ങൾ പോളിയോ ഒക്കെ കുടിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞായറാഴ്ച ഇതുകൊണ്ട് ഇനിയിപ്പോൾ സൺഡേ പലവൊക്കെ തുടങ്ങണം. ഇതും വന്നിട്ടുണ്ട്. അപ്പോൾ അതെ കാത്തൂനെ ഒന്ന് കുളിപ്പിക്കണം. ഇപ്പം ഇനി പോയിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഓർത്തിട്ട് എല്ലാ കാര്യങ്ങളും പെൻഡിങ് ആക്കി വെച്ചിട്ട് ആദ്യം അവൻ്റെ കാര്യം നടത്തിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. നമുക്ക് കാണുന്നത് വരെ ടാറ്റാ.